വെൽക്കം ടു ഗ്രേസ് പാത്ത്. ദീർഘകാലമായി പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം എന്നിവയുള്ളവർ, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും വൃക്കരോഗങ്ങളുള്ളവർ, ഇത്തരക്കാർക്കൊക്കെ ഭാവിയിൽ വൃക്കരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് എത്രയും വേഗം കണ്ടെത്തുന്നത് ചികിത്സ ആരംഭിക്കുന്നതിനും രോഗപുരോഗതി തടയുന്നതിനും സഹായിക്കും. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സിസ്റ്റാറ്റിൻ സി ടെസ്റ്റ്. എന്താണ് സിസ്റ്റാറ്റിൻ സി? നമ്മുടെ ശരീരത്തിലെ എല്ലാ ശരീരകലകളിൽ നിന്നും ഒരേ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് സിസ്റ്റാറ്റിൻ സി. രക്തത്തിൽ നിന്ന് ഇത് വൃക്കകൾ അരിച്ചെടുക്കുമെങ്കിലും പിന്നീട് തിരികെ രക്തത്തിലേക്ക് കലരാതെ വൃക്കകളിൽ വെച്ച് തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്തു പോകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വൃക്കകൾ വഴി ഒരു നിശ്ചിത സമയത്തിൽ അരിച്ചു ശുദ്ധീകരിക്കപ്പെടുന്ന രക്തത്തിന്റെ അളവാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അഥവാ GFR. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കണ്ടെത്തുന്നത് വഴി രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളും അധിക ജലവും അരിച്ചു മാറ്റാനുള്ള വൃക്കകളുടെ കഴിവ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. GFR കണക്കാക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് സിസ്റ്റാറ്റിൻ സി നിർണ്ണയിക്കുന്നതാണ്. സിസ്റ്റാറ്റിൻ സിയുടെ രക്തത്തിലെ നോർമൽ അളവ് റേഞ്ച് 0.62 to 1.15 mg/L ആണ്. എന്നാൽ പുകവലിക്കുന്നവർ, അമിതവണ്ണമുള്ളവർ, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ, അതുപോലെ തന്നെ തൈറോയിഡിന്റെ ആക്ടിവിറ്റി കൂടുതലുള്ളവർ, അതായത് ഹൈപ്പർ തൈറോയിഡിസം, സ്റ്റിറോയിഡ് വിഭാഗത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഗർഭിണികൾ, ഇവരിലൊക്കെ സിസ്റ്റാറ്റിൻ സിയുടെ അളവ് അല്പം കൂടിക്കാണാം. എന്നാൽ മൂത്രാശയത്തിൽ ക്യാൻസർ, തൈറോയിഡിന്റെ ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്നവർ, അതുപോലെ തന്നെ ചില ന്യൂറോളജിക്കൽ രോഗങ്ങളുള്ളവർ, ഇവർക്കൊക്കെ സിസ്റ്റാറ്റിൻ സിയുടെ അളവ് രക്തത്തിൽ കുറഞ്ഞ് കാണപ്പെടാം. വൃക്കകളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ യൂറിയയേക്കാൾ പ്രാധാന്യം നൽകിയിരുന്നത് സിറം ക്രിയാറ്റിനാണ്. യൂറിയ നമ്മുടെ ഡയറ്റിലെ പ്രോട്ടീൻ ഇൻടേക്ക് അനുസരിച്ച് വ്യത്യാസം വരാം. അങ്ങനെ വ്യത്യാസം വരാത്തതായിരുന്നു സിറം ക്രിയാറ്റിനിന് യൂറിയയേക്കാൾ പ്രാധാന്യം നൽകാൻ കാരണം. എന്നാൽ സിറം ക്രിയാറ്റിനിൻ അബ്നോർമൽ ആകണമെങ്കിൽ നമ്മളുടെ വൃക്കകളുടെ ഫംഗ്ഷൻ 50% നഷ്ടമായി GFR വളരെയധികം കുറയണം. മാത്രവുമല്ല, രോഗിയുടെ പ്രായവും മസിൽ മാസ് അല്ലെങ്കിൽ ബോഡി സൈസ് അനുസരിച്ച് ക്രിയാറ്റിനിൻ വ്യത്യാസപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് സിസ്റ്റാറ്റിൻ സിയുടെ അളവ് അത് സ്ത്രീ പുരുഷ വ്യത്യാസമോ പ്രായ വ്യത്യാസമോ രക്തമെടുക്കുന്ന സമയ വ്യത്യാസമോ ഒന്നും ബാധിക്കുന്നില്ല. ആഹാരമോ മസിൽ മാസോ ഒന്നുമായി സിസ്റ്റാറ്റിൻ സിക്ക് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ ബേസ് ചെയ്തുള്ള GFR ഡിറ്റക്ഷൻ ടെസ്റ്റുകളെക്കാളും സിസ്റ്റാറ്റിൻ സി ബേസ് ചെയ്തുള്ള GFR മെത്തേഡ്സ് ആണ് റീനൽ ഫംഗ്ഷൻ അസസ് ചെയ്യാനായിട്ട് നമ്മളെ കൂടുതൽ സഹായിക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് സിസ്റ്റാറ്റിൻ സിയും ക്രിയാറ്റിനും ഉപയോഗിച്ച് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്? ഈ GFR അഥവാ എസ്റ്റിമേറ്റഡ് GFR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധാരണയായിട്ട് നമ്മൾ ഒരു വ്യക്തിയുടെ സിറം ക്രിയാറ്റിനിന്റെ വാല്യൂ, ആ വ്യക്തിയുടെ ഏജ്, സെക്സ്, ബോഡി സൈസ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഒരു ആരോഗ്യവാനായ വ്യക്തിയുടെ GFR 90 ml/min കൂടുതലായിരിക്കും. GFR 60 കുറവായാൽ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാണ് എന്ന് നമുക്ക് കണക്കാക്കാം. ഈ GFRഉം സിസ്റ്റാറ്റിൻ സിയും ടെസ്റ്റ് ചെയ്താൽ വൃക്കകളുടെ ചെറിയ തോതിലുള്ള പ്രവർത്തന തകരാറ് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു
ആളുടെ കിഡ്നി അത് നോർമൽ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ ഇ ജി എഫ് ആർ, അതായത് ക്രിയാറ്റിനിൻ ബേസ്ഡ് ഇ ജി എഫ് ആർ വാല്യൂ മോർ ദാൻ 60 ആയിരിക്കും. സിസ്റ്റാറ്റിൻ സിയുടെ അളവ് ലെസ് ദാൻ 1 ആയിരിക്കും. അത് ഒരാളുടെ കിഡ്നി ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ. ഇനി ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾക്ക് നമുക്കറിയാം അയാളുടെ ക്രിയാറ്റിനിൻ ബേസ്ഡ് ഇ ജി എഫ് ആർ വാല്യൂ 60-ലും താഴെയായിരിക്കും. എന്നാൽ പ്രീ ക്ലിനിക്കൽ കിഡ്നി ഡിസീസ്, അതായത് കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാണ്, പക്ഷേ നമുക്ക് ലക്ഷണങ്ങളൊന്നും പുറത്ത് പ്രകടമല്ല, ക്രിയാറ്റിനിൻ വാല്യൂ ഒന്നും അബ്നോർമൽ ആയിട്ടില്ല. ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ഈ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാണോ എന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് ഈ വാല്യൂസ് ആണ്. ഇ ജി എഫ് ആർ ക്രിയാറ്റിനിൻ മോർ ദാൻ 60, അതായത് നോർമൽ കിഡ്നി ഫംഗ്ഷൻ ഉള്ള ഒരാളുടേതുപോലെ തന്നെ ആയിരിക്കും ഇ ജി എഫ് ആർ ക്രിയാറ്റിനിൻ വാല്യൂ. എന്നാൽ സിസ്റ്റാറ്റിൻ സിയുടെ അളവ് 1 mg/L അധികമായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിച്ചു തുടങ്ങി, കിഡ്നി ഫംഗ്ഷൻ അബ്നോർമൽ ആണ്, അതിൻ്റെ ഏറ്റവും ഏർലി സ്റ്റേജ് ആണെന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ക്രിയാറ്റിനിൻ ബ്ലൈൻഡ് ഏരിയ എന്ന് പറയും. കാര്യം ഇവിടെ ക്രിയാറ്റിൻ അബ്നോർമൽ അല്ല, പക്ഷേ സിസ്റ്റാറ്റിൻ സി അബ്നോർമൽ ആയിരിക്കുന്നു. അത് കിഡ്നിയുടെ ഡാമേജ് ഉണ്ടെന്ന് അതിൻ്റെ ഏറ്റവും തുടക്കമാണ് നമുക്ക് മനസ്സിലാകാനും കൃത്യമായിട്ട് ചികിത്സ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളെല്ലാം ആരംഭിക്കാൻ ഈ ഇങ്ങനെ ഇരിക്കുന്നൊരു ടെസ്റ്റ് നമ്മളെ സഹായിക്കും. റീനൽ ഫംഗ്ഷൻ കുറയുന്നത് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതിന് പുറമെ അമിത രക്തസമ്മർദ്ദമുള്ള രോഗികളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കണ്ടെത്താനും ഈ ടെസ്റ്റ് നമ്മെ സഹായിക്കുന്നു. ബോഡി സൈസ് സിസ്റ്റാറ്റിൻ സി ടെസ്റ്റിനെ ബാധിക്കാത്തതിനാൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും ജി എഫ് ആർ കൃത്യമായി കണ്ടെത്താൻ സിസ്റ്റാറ്റിൻ സി ടെസ്റ്റിലൂടെ നമുക്ക് കഴിയും. ജി എഫ് ആർ അനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്ന ഡിജോക്സിൻ, കാർബോപ്ലാറ്റിൻ, വാങ്കോമൈസിൻ എന്നീ മരുന്നുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലും ഈ ടെസ്റ്റ് നമ്മെ വളരെ സഹായിക്കും. അപ്പോൾ സിസ്റ്റാറ്റിൻ സി ടെസ്റ്റ് നമുക്ക് ഒരു കിഡ്നിയുടെ രോഗം തുടക്കത്തിലെ കണ്ടെത്താൻ സഹായിക്കുക, അതായത് ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാണോ എന്ന് കണ്ടെത്താൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് സിസ്റ്റാറ്റിൻ സി ടെസ്റ്റ്. തീർച്ചയായും ഈ വീഡിയോ പുതിയൊരു അറിവ് നിങ്ങൾക്ക് പകർന്നു തന്നുവെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു.